നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് SMAW എന്ന് ചുരുക്കി പറയുന്ന ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇതൊരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ ഇതിൽ വെൽഡിങ്ങിന് ആവശ്യമായ ഹീറ്റ് ലഭിക്കുന്നത് ഒരു ഇലക്ട്രിക് ആർക്കിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം നമുക്ക്. ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇലക്ട്രിക് ആർക്ക് ഈസ് ഫോംഡ് വെൻ ബോത്ത് ദ ടെർമിനൽസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആർ ബ്രോട്ട് ടുഗദർ ആൻഡ് ദെൻ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഗ്യാപ്പ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ രണ്ട് ടെർമിനൽസും ഒരുമിച്ച് കൊണ്ടുവരികയും അതിനുശേഷം അതൊരു സ്മോൾ ഗ്യാപ്പായി സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ആർക്ക് രൂപപ്പെടുന്നുവെന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രിക് ആർക്കാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മെറ്റലിനെ ഉരുക്കുന്നതും. ഇതാണ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിസിറ്റിയുടെ രണ്ട് ടെർമിനൽസിൽ ഒന്ന് ഇലക്ട്രോഡിലേക്ക് ആണ് കണക്റ്റ് ആവുന്നത്, മറ്റേത് വർക്കിലേക്കാണ് കണക്റ്റ് ആവുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് മെറ്റാലിക് ഇലക്ട്രോഡാണ്. അതിൻ്റെ മേലൊരു ഫ്ലക്സ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ആണ്, അതായത് ഉരുകിത്തീരും. ഇതിനോട് കൂടി ഉരുകിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൺസ്യൂമബിൾ എന്ന് ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ആണ്, ഫ്ലക്സ് കോട്ടിങ് ഉണ്ടായിരിക്കും. ഈ വർക്കിൻ്റെയും ഇലക്ട്രോഡിൻ്റെയും ഇടയ്ക്ക് അയണൈസേഷൻ ഓഫ് എയർ കൊണ്ട് ഉണ്ടാകുന്ന ഈ ആർക്കിന് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. 3600 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെൽഡിംഗ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു AC അല്ലെങ്കിൽ DC മെഷീനാണ്. അപ്പോൾ ഈ ആർക്ക് മൂലം ഉണ്ടാകുന്ന ഈ തീവ്രമായ ഹീറ്റ് ആ വർക്കിൻ്റെ കുറച്ച് പോർഷനെയും അതുപോലെ ഇലക്ട്രോഡിനെയും ഒരുക്കുന്നു. ഇത് എല്ലാം കൂടിച്ചേർന്നൊരു ഹോമോജീനസ് വെൽഡ് അത് കൂളാവുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോഡിൻ്റെ മേലൊരു ഫ്ലെക്സ് കോട്ടിംഗ് ഉണ്ട്. ഇത് ഇലക്ട്രോഡ് ഉരുകുന്നതിനനുസരിച്ച് ഇതും ഉരുകും. അത് ഈ വെൽഡിംഗ് നടക്കുന്ന ആ ഏരിയയ്ക്ക് ഒരു ഗ്യാഷ്യസ് ഷീൽഡ് നൽകും. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മോൾട്ടൺ മെറ്റലിനെ അറ്റ്മോസ്ഫറിക് കണ്ടാമിനേഷനിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്, SMAW. ഈ വെൽഡിങ്ങിൻ്റെ സ്പീഡും അതുപോലെ ഇലക്ട്രോഡ് ഫീഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് വെൽഡർ മാനുവലി തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നും പറയാറുണ്ട്, ചുരുക്കി MMAW. അപ്പോൾ ഇവിടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഉണ്ട്. അങ്ങനെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നും വിശദമായി നമ്മൾ തുടർന്ന് പഠിക്കുന്നതാണ്.